നമസ്കാരം, ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ എക്സസൈസിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 4/1 കിട്ടി. ഏതാണ് ഭിന്നസംഖ്യ? അതായത് ഒരു ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സോൾവ് ചെയ്തപ്പോൾ 1/3 കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/4 കിട്ടി. എന്താണ് ഭിന്നസംഖ്യ? ഏതാണ് ഭിന്നസംഖ്യ? ആൻസർ നമുക്ക് ഭിന്നസംഖ്യയെ x/y എന്നെടുക്കാം. ഭിന്നസംഖ്യ സമം x/y. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 3/1 കിട്ടി. അപ്പോൾ അംശത്തോട് 1 കൂട്ടാൻ നമുക്ക് x+1/y ഈസ് ഈക്വൽ ടു എത്ര? 3/1. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റർ ഇവിടെ ഒഴിവാക്കുക. അപ്പോൾ x+1 ഈസ് ഈക്വൽ ടു 1. ഈ വൈനെ അപ്പുറം കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ 1ൻ്റെ കൂടെ y ആകും. ഈ 3നെ ഇപ്പുറം കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x+1ൻ്റെ കൂടെ 3 ആകും. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഈ സ്റ്റെപ്പിൽ എന്താ? x+1 × 3 എന്നാണ്. x+1 × 3 എത്രയാണ്? ഇതിനകത്തുള്ള ഓരോ ടൈമിനെയും നമ്മൾ ട്രിപ്പിൾ എടുക്കുക. അതായത് എക്സിൻ്റെ 3 ടൈംസ് 3x, 1ൻ്റെ 3 ടൈംസ് 3 ഈസ് ഈക്വൽ ടു 1 × y. ഓക്കെ. ഇനി നമുക്ക് 3x + y, ഇങ്ങനെ ഇട്ടെന്നാലും മതി. ഇക്വേഷൻ 1 ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ. ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു 3x + 3 എന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഛേദത്തോട് ഡിനോമിനേറ്ററിനോട് കൂടി 1 കൂട്ടി അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/4 കിട്ടി. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് x/y + 1 അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 1/4. സോ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ x × 4 ഈസ് ഈക്വൽ ടു 1 × y + 1. So 4x ഈസ് ഈക്വൽ ടു y + 1. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ വൈയുടെ വാല്യൂ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ വൈയുടെ വാല്യൂ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4x ഈസ് ഈക്വൽ ടു വൈക്ക് പകരം 3x + 3. 3x + 3 ഇൻസ്റ്റെഡ് ഓഫ് വൈക്ക് പകരം. ഓക്കെ. ഈ y ആണ് ഇപ്പോൾ എന്തായിട്ട് മാറിയത്? 3x + 3 ആയിട്ട് മാറിയത്. +1 ഇവിടെ ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന കൺസിഡർ ചെയ്യേണ്ട. ഞാനിവിടെ y ആണ് 3x + 3 എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ. അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉള്ളതായിട്ടേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് കാണണ്ട. സോ 4x ഈസ് ഈക്വൽ ടു 3x + 3 എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 3 + 1 4. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വായിക്കാം? 4x എന്ന് പറയുന്നത് 3xൻ്റെ കൂടെ 4 കൂട്ടുന്നതാണ്. 4x എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3xൻ്റെ കൂടെ എത്ര കൂട്ടുന്നതാണ്? 3xൻ്റെ കൂടെ x കൂട്ടുന്നതാണല്ലേ. അപ്പോൾ നോർമലി എക്സിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കിവിടെ കിട്ടി. എത്രയാണ്? 4. 3x + x ആണ് 4x. അങ്ങനെയാണെങ്കിൽ x വാല്യൂ ഇവിടെ 3x + 4 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ x വാല്യൂ നോർമലി എന്തായിരിക്കണം? 4 ആയിരിക്കണം. എന്തായാലും നമുക്കത് മാത്സിൻ്റെ ടേംസിൽ തന്നെ പറയാം. ഇവിടെ 4x, 3x ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന 3x ഇപ്പുറത്ത് വരുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആവുന്നു. ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 4x - 3x ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4x ഉം 3x കുറച്ചു എത്രയാണ്?
എക്സ് ഈസ് ഈക്വൽ ടു 4. നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈ ഈസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, വൈ ഈസ് ഈക്വൽ ടു 3x + 3. വൈ ഈസ് ഈക്വൽ ടു 3x + 3. സോ അല്ലെങ്കിൽ therefore വൈ ഈസ് ഈക്വൽ ടു 3x + 3 അല്ലേ? 3x + 3. സോ 3 × 4 + 3. 3 × 4 എത്രയാണ്? 12. 12 + 3 ഈസ് ഈക്വൽ ടു 15. സോ നമ്മുടെ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്താണ്? ഭിന്നസംഖ്യ സമം x/y ഈസ് ഈക്വൽ ടു 4/15 അല്ലേ? എക്സ് വാല്യൂ ഡിവൈഡ് ബൈ വൈ വാല്യൂ 4/15. ഇത്രയേ ഉള്ളൂ ആൻസർ. ഇത് ചെയ്ത് പഠിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അതിന് എന്ത് സൊല്യൂഷനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.